നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിന്റെ ഒന്നും ആവശ്യം വരില്ല. എന്തു പറ്റി? ഗിരേടിന് വേറെ ജോലി കിട്ടിയോ? വേറെ ജോലിയല്ല, അതേ ജോലി തന്നെ. ഞാൻ ഗോപാൽജിയുടെ കൂടെ തുടരാൻ തീരുമാനിച്ചു. ആ തീരുമാനം ഗിരേടിന് ഒറ്റയ്ക്ക് അങ്ങ് എടുത്തല്ലേ? ഇന്ന് രാവിലെ വരെ ഗിരേടിന് ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിച്ചത്. ഇപ്പൊ എന്ത് സംഭവിച്ചിട്ടാ ഗിരേടിന്റെ മനസ്സ് മാറിയത്? ഗോപാൽജി എന്റെ ജീവൻ രക്ഷിച്ചു. സ്വന്തം ജീവന് വില കൽപ്പിക്കാതെയാ അദ്ദേഹം അത് ചെയ്തത്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാനിന്ന് മരിക്കേണ്ടതായിരുന്നു. അയാളെ പോലെ സ്വാർത്ഥനായ ഒരാള് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഗിരേൻ അയാളെ വിട്ടുപോകുന്നു തോന്നിയപ്പോ അയാൾ ഇറക്കിയ പുതിയ നമ്പർ ആയിരിക്കും ഇത്. നമ്പറോ? എന്റെ മുന്നിൽ വെച്ചിട്ടാ അദ്ദേഹത്തിന്റെ ദേഹത്ത് കത്തി കുത്തി കയറിയത്. അതെല്ലാം നാടകമാണെന്നാണോ നീ പറയുന്നത്? അതെ, ഇനി അതല്ലാന്ന് തന്നെ ഇരിക്കട്ടെ. ഗിരേട്ടന്റെ കൺമുന്നില് എന്നെയും നമ്മുടെ കുഞ്ഞിനെയും ഈ വീട്ടിൽ കയറി വന്ന് കൊല്ലാൻ നോക്കിയ ആളാ അയാള്. അയാളോട് ക്ഷമിക്കാൻ ഗിരേൻ എങ്ങനെ മനസ്സ് വന്നു? അത് ഉത്തരവില്ല അല്ലേ? എന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ ഗിരേട്ടനെ വിശ്വസിച്ച് ജീവിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അച്ഛനായി കഴിഞ്ഞാൽ നന്നാവുന്നല്ലേ ഗിരേട്ടൻ പറഞ്ഞത്? ഇതാണോ അതിന്റെ ലക്ഷണം? ഗോപാലന്റെ കൂടെ നടക്കാൻ തീരുമാനിച്ച ഗിരേട്ടൻ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് യാത്ര ചെയ്യൂ. ഗോപാൽജിക്ക് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹത്തെ മാറ്റിയെടുക്കാൻ കഴിയും. സഞ്ജയെ ശാലിനെയും ഗിരേട്ടന് മാറ്റിയെടുക്കാൻ സാധിച്ചോ? മക്കളുടെ കാര്യത്തിൽ തോറ്റുപോയ ഗിരേട്ടൻ അച്ഛന്റെ കാര്യത്തിൽ ജയിക്കുമെന്ന് ഞാൻ കരുതണോ? വീണ്ടും വീണ്ടും ഓരോ അബദ്ധങ്ങൾ കാണിക്കാൻ മാത്രം മണ്ടനാണ് ഗിരേട്ടനെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗിരേട്ടൻ ഇപ്പോഴും മുൻഗണന കൊടുക്കുന്നത് ഗോപാലിന് തന്നെയാ. അയാളുടെ കാൽക്കൽ കിടന്ന് ജീവിക്കാനാ ഗിരേട്ടന് ഇഷ്ടം. മഞ്ജു, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഗിരേട്ടന്റെ അച്ഛനും ഇതേ തെറ്റ് തന്നെയാ ചെയ്തത്. മഞ്ജു നിർത്ത്.